പത്തനംതിട്ടയിൽ നിന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടയാൾ മത്സരിക്കുമെന്ന് പി.സി. ജോർജ്. രണ്ടാഴ്ച മുൻപേ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇക്കാര്യം തീരുമാനിച്ചതാണ്. ഇത്തവണ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് പി.എസ്. ശ്രീധരൻപിള്ള തന്നോട് വ്യക്തമാക്കിയതായും പി.സി. ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയായിരിക്കുമോ എൻ.ഡി.എക്കായി മത്സരിക്കുക എന്ന ചോദ്യത്തിന് പി.സി. ജോർജിന്റെ മറുപടി ഇങ്ങനെ: ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വിഭാഗം എന്ന് പറയുന്ന സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും നായർ കമ്മ്യൂണിറ്റിക്കും എല്ലാം വലിയ വ്യത്യാസമില്ലാതെ വോട്ടുണ്ട്. ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: അവസാനം പലരുടെയും പേര് പറഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ അവസാനം എന്നാ ഷോൺ ജോർജിന്റെ പേര് വന്ന് പി.സി. ജോർജിനെ ഭീഷണിപ്പെടുത്താം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പി.സി. ജോർജ് വന്ന കുഴപ്പമുണ്ടില്ലേ? ഉണ്ട്, ഇച്ചിരി കുഴപ്പമുണ്ട്, അതിന് അംശം വേണ്ട. കുമ്മനം രാജശേഖരൻ, പി.എസ്. ശ്രീധരൻപിള്ള എന്നിവർ പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയാകില്ലെന്നും പി.സി. ജോർജ് സൂചന നൽകി. അത് പാർട്ടി നേതൃത്വത്തിലായിരിക്കും. ഇവിടുന്ന് പ്രവീണും പി.സി. ജോർജും അല്ല തീരുമാനിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു കുശുമ്പിന്റെ ഭാഗമാണ് ഈ സ്ഥാനാർത്ഥിത്വവും ബഹളമൊക്കെ. ഒരു കാര്യമില്ല, അതിനകത്ത് അർത്ഥമില്ല. പത്തനംതിട്ടയിൽ പി.സി. ജോർജിനെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ലെന്ന് സൂചനയുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നാണ് ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. ഇതിനിടെയാണ് താൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന സൂചന നൽകി പി.സി. ജോർജിന്റെ പ്രസ്താവന. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.